മേഘമാധവൻ കോഴിക്കോട് നിന്നും ഇടുക്കിയിൽ നിന്ന് ജോസിൽ സെബാസ്റ്റ്യനും എറണാകുളത്ത് നിന്ന് KM ഉമേഷും ചേരുന്നുണ്ട്. മേഘമാധവനിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ഏത് രീതിയിലാണ് നിലവിലത്തെ മഴയുടെ അവസ്ഥ? നിലവിൽ ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു സാഹചര്യങ്ങൾ എന്താണ് മഴയുടെ? വിനിഷ, കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പം മുമ്പ് തന്ന മുന്നറിയിപ്പ് പറയുന്നത്. മഴ അതേ രീതിയിൽ തന്നെ തുടരുന്നു. ഇന്നലെ രാത്രി മുതൽ ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. ജില്ലയിലാകെ ഇപ്പോൾ 50 കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത്. 130 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വിലങ്ങാടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പിൽ കഴിയുന്നത്. വിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ആശങ്കയായി നിൽക്കുന്നത് ഈ നദികളിലെ ജലനിരപ്പ് തന്നെയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കക്കയം ഡാമിലെ ജലനിരപ്പ് നിലവിൽ ഓറഞ്ച് അലേർട്ടാണ്. അത് റെഡ് അലേർട്ടിലേക്ക് എത്തിയാൽ ജലം പുറത്തേക്ക് ഒഴുക്കിവിടും എന്നത് മുന്നറിയിപ്പായി നൽകുന്നു. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും. ഏതായാലും മഴ കനക്കുന്നൊരു സാഹചര്യം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. മറ്റ് മഴക്കെടുതികളൊന്നും തന്നെയും ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനില്ല. ഏതായാലും എല്ലാ ജാഗ്രതാ നടപടികളും നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, മേഘമാധവനാണ് കോഴിക്കോട് ജില്ലയിലെ മഴയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്.